ഇപ്പം നിങ്ങൾ 90+ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പരീക്ഷ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് ചിന്തിച്ച് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. LGS 3ാം ഘട്ടം പരീക്ഷ ഇന്ന് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷയെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എളുപ്പമുള്ള ധാരാളം ചോദ്യങ്ങളുണ്ടായിരുന്നു. എളുപ്പമുള്ള ധാരാളം ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ചോദ്യങ്ങൾ തന്നെ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷെ അത് എല്ലാവർക്കും എഴുതാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങളും പിന്നെ ഒട്ടും വായിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉത്തരം എഴുതാൻ പറ്റാത്ത ചോദ്യങ്ങളൊക്കെ കറണ്ട് അഫയേഴ്സിലുണ്ടായിരുന്നു. കറണ്ട് അഫയേഴ്സിലുണ്ടായിരുന്നു. പിന്നെ സയൻസിലൊക്കെ, അതായത് ഫിസിക്കൽ സയൻസ്, അതായത് ഫിസിക്സ് കെമിസ്ട്രി പോർഷനിലൊക്കെ ചില ചോദ്യങ്ങളിൽ കൺഫ്യൂഷൻ വരാം കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ എളുപ്പമുള്ള ചോദ്യങ്ങൾ നിങ്ങൾ സ്കോർ ചെയ്തെന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് വലിയ ഉപയോഗമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞ ഈ പാടുള്ള ചോദ്യങ്ങൾ, അതായത് കറണ്ട് അഫയേഴ്സിലെയും അതുപോലെ തന്നെ ഈ സയൻസ് ആ ഭാഗത്തു നിന്നൊക്കെ ഉള്ള കൺഫ്യൂസിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ കേട്ടോ. അപ്പം അതൊക്കെ നിങ്ങൾ സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗമായിരിക്കും. മനസ്സിലായില്ലേ? എളുപ്പമുള്ള ചോദ്യങ്ങൾ എല്ലാവരും എഴുതും. ഇപ്പം റീസെൻ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങിയ ആൾക്കാർക്ക് ഉൾപ്പെടെ അത് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് പ്രീവിയസ് മാത്രം നോക്കിക്കൊണ്ടേ ആൾക്കാർക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും, ആ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ അതല്ല നമുക്ക് ജോലിയും റാങ്കും ഒക്കെ വാങ്ങി തരുന്നത്. ഇതുപോലെ കൺഫ്യൂസിങ് ആയിട്ടുള്ള അധികം ആരും കേട്ടില്ലാത്ത ചോദ്യങ്ങളാണ്. പരീക്ഷ എളുപ്പമാകുന്നത് ഒരു അപകടമാണ്. അപ്പം അത് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയാലും ശരി തന്നെ പരീക്ഷ എളുപ്പമാകുന്നത് ഒരു അപകടമാണ്. കാരണം കുറേ എളുപ്പമുള്ള ചോദ്യങ്ങൾ നമ്മളിങ്ങനെ ചെയ്തു വരുന്നതിനിടയിൽ കുറച്ച് പാടുള്ളൊരു ചോദ്യം നമ്മൾ കാണുന്ന സമയത്ത് നമുക്ക് പെട്ടെന്നൊരു ഓർക്കാൻ പറ്റാത്തൊരു പോലെ നമ്മുടെ മൈൻഡാവും. പിന്നീട് നമുക്ക് വെളിയിറങ്ങി നോക്കുമ്പോൾ നമുക്കത് എളുപ്പവും തോന്നും, അത് ഇങ്ങനെയായിട്ട് ചെയ്യാമെന്ന് തോന്നുമെങ്കിലും നമുക്കിങ്ങനെ കുറേ എളുപ്പമുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ടക്കണ നമ്മൾ കറുപ്പിച്ച് വേണ്ടതിനിടയ്ക്ക് ഒരു ചോദ്യമെങ്കിലും ഇത്തിരി പാടുള്ളതായി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചിലപ്പോൾ പെട്ടെന്നൊരു മൈൻഡ് നമുക്ക് കൈ നിൽക്കാതെ ആയിപ്പോവും. പിന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി അതൊന്നും നിങ്ങൾ ആരുടെയും പറയാനും നിൽക്കേണ്ട, ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. മനസ്സിലായില്ലേ? അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുക. നിങ്ങൾ ആരുടെടുത്തും ഒന്നും പറയണ്ട, എനിക്ക് ഇത്ര മാർക്കുണ്ട്, എനിക്ക് ജോലി കിട്ടുമെന്നോ ഞാൻ ഇന്ന റാങ്കിനകത്ത് വരുമെന്നോ ഒന്നും ആരുടെടുത്തും പറയണ്ട. കട്ട് ഓഫ് നോക്കാൻ നിൽക്കണ്ട നിങ്ങൾ. മനസ്സിലായില്ലേ? നിങ്ങൾ ഈ പരീക്ഷ നിങ്ങൾക്ക് നന്നായിട്ട് തയ്യാറെടുക്കാൻ പറ്റിയില്ല എന്നുള്ള രീതിയിൽ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുക. മനസ്സിലായി? ഇനി അടുത്ത് 10th പ്രിലിംസ് ഒക്കെ വരുന്നുണ്ട്. ഡിസംബർ 28 മുതൽ 10th പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് കണക്കായി പഠിക്കുക. അതാണ് ബെറ്റർ. ഞാൻ നിങ്ങളത് എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ജോലി കിട്ടിയെന്ന് ഉറപ്പാക്കുന്നത് വരെ നമ്മൾ പഠനം തുടരുക എന്നത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ പറയും അതിനുള്ള സാഹചര്യം ഇല്ല, ജോലിക്ക് പോകണം, എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ദിവസം 1 മണിക്കൂറെങ്കിലും സമയം കണ്ടെത്തി പഠിച്ചാൽ മതിടാ. 1 മണിക്കൂറെങ്കിലും സമയം കണ്ടെത്തി നിങ്ങൾ പഠിച്ചാൽ മതി. മനസ്സിലായില്ലേ? ജോലിക്ക് കയറുന്നവരാ. അല്ലാതെ ഈ പരീക്ഷ എഴുതി കിട്ടിയെന്ന് സ്വയം വിചാരിക്കരുത്, ആരോടും പറയുകയും ചെയ്യരുത്. മനസ്സിലായില്ലേ? നിങ്ങൾ സൈലൻസിൽ വർക്ക് ചെയ്. നിങ്ങൾക്ക് അത് പറയാനുള്ള സമയമാകുമ്പോൾ മാത്രം വെളിയിൽ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടാവും, ഒരുപാട് ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും, വിഷമമാവും, സങ്കടമാവും. ഇപ്പം നിങ്ങൾ 90+ വാങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ഈ പരീക്ഷ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് ചിന്തിച്ച് അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുക. എൻ്റെ ഒപ്പീനിയനാണ്, വേണമെങ്കിൽ എടുക്കുക. ശരി, അപ്പം നമുക്ക് ക്ലാസ്സുകളിൽ കാണാം. ബൈ.